മഴക്കാലത്ത് ഫോണൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലത്തെ റീൽസൊക്കെ കണ്ടിട്ട് മദേരാനിലും അഗുംബയിലും ഒക്കെ മൺസൂൺ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ അതിനുമാത്രം ബഡ്ജറ്റും സമയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചിലവിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ മദേരാനിലൊക്കെ ഉള്ള പോലത്തെ മഴയൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വീക്കെൻഡ്സിൽ ഒറ്റ ദിവസം മാത്രം വെക്കേഷൻ കിട്ടുന്ന ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ദൂരമൊന്നും പോകാതെ നമ്മുടെ സ്വന്തം കോട്ടയം ജില്ലയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. മഴയത്ത് ബൈക്കൊക്കെ എടുത്ത് ഒരു മലമുകളിലേക്ക് പോയിട്ട് അവിടെ കാടിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് അതിനകത്ത് ഇറങ്ങി കുളിച്ച് ആ മഴയൊക്കെ നനഞ്ഞ് ആ കിട്ടുന്ന ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നേരിട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ആദ്യം കാണാൻ പോകുന്നത് ഇല്ലിക്കലിൻ്റെ താഴെ ഭാഗത്തായിട്ട് വരുന്ന കട്ടിക്കയം വാട്ടർഫോൾസ് ആണ്. അപ്പോൾ ഇല്ലിക്കലിലേക്ക് പോകുന്ന വഴിയിൽ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ കട്ടിക്കയം വാട്ടർഫോൾസിലേക്ക് പോകുന്നത്. ഇവിടുന്ന് തിരിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കട്ടിക്കയം വാട്ടർഫോൾസിലെത്താൻ പറ്റും. പണ്ട് ഇങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പം കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരുവിധം നല്ല വഴിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് നടന്നു വേണം ഇനി വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായിട്ട്. കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മളൊരു മലയുടെ സൈഡിലെത്തും. ഈ മലയുടെ സൈഡിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ നടന്നു വേണം താഴേക്ക് പോകുവാനായിട്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങ് താഴെ ആ വെള്ളം ഇരച്ചൊഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അതുപോലെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. മഴക്കാലത്ത് ഇതുവഴി വരുമ്പോഴത്തേക്ക് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നടന്നു പോകാനായിട്ട്. ഈ പാറയിലൊക്കെ നല്ല രീതിയിൽ വഴുക്കലുള്ളതുകൊണ്ട് തെന്നി വീഴാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലത്തെ പുല്ലിനകത്തോടെ ആയിരിക്കും പോകേണ്ടത്. ഇപ്പോൾ ഏതായാലും ഇവിടുത്തെ വഴിയൊക്കെ കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. താഴേക്ക് പോകുന്ന ആ സ്റ്റീപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ബാരിക്കേഡൊക്കെ ചെയ്ത് നല്ല സ്റ്റെപ്പൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് പഴയതുപോലത്തെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പണ്ടൊക്കെ ഇങ്ങോട്ട് വന്ന എല്ലാ തവണയും താഴേക്ക് ഇറങ്ങുന്ന ഈ വഴിയിൽ ഒരുപാട് തവണ സ്ലിപ്പായിട്ട് വീണിട്ടുണ്ട്. ഇപ്പം ഏതായാലും ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പം വീഴാനുള്ള ചാൻസസ് ഒന്നുമില്ല. അതുപോലെ ഇതുപോലെ പോകുന്ന വഴിയിൽ കുറേ വ്യൂ പോയിന്റ്സ് ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും കാടിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് ആ വ്യൂ പോയിന്റ് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ഇവിടം വരെ നല്ല രീതിയിൽ സ്റ്റെപ്പും കൈവരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് താഴേക്ക് വെള്ളച്ചാട്ടത്തിനടുത്ത് പോകണമെങ്കിൽ ഒരു ഗോണി ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിൽ വന്നു നിന്നാൽ ഒരു മഴ നനയുന്ന ഫീലാണ്. ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം താഴേക്ക് വീണിട്ട് ഇവിടുത്തെ പാറകളിലൊക്കെ തട്ടി ചിതറി ഒരു മഴ പെയ്യുന്ന എഫക്റ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വലിയ മഴക്കാലം അല്ലാത്ത സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നീന്തലൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഇവിടെ ഇറങ്ങി നീന്താനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണ്. എന്നാൽ ഇപ്പം വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ താഴേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ ഒരു ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നീന്തുന്നത് ഒട്ടും സേഫ് അല്ല. ഇതാണ് നമ്മുടെ ഇല്ലിക്കലിൻ്റെ താഴെയുള്ള കട്ടിക്കയം വാട്ടർഫോൾസ്. ഇപ്പോൾ ഏതായാലും നല്ല മഴയൊക്കെ പെയ്തിട്ട് അത്യാവശ്യം വെള്ളച്ചാട്ടം നല്ല രീതിയിൽ വെള്ളം വന്ന് ആയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ വരുവാണെങ്കിൽ കറക്റ്റ് വ്യൂ ആണ് വെള്ളച്ചാട്ടത്തിൻ്റെ. കാര്യം കണ്ടമാനം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കലങ്ങി മറിഞ്ഞിട്ട് ഒരു ചെളിവെള്ളമായിരിക്കും കൂടുതലും വരിക. ഇപ്പം നല്ല വെള്ള കളറിൽ ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് വെള്ളച്ചാട്ടമൊക്കെ നിൽക്കുന്നത്. ഇവിടെ പലപ്പോഴും ആൾക്കാർ വന്ന് സേഫായിട്ട് വന്ന് ഇതിനകത്തൊക്കെ ഇറങ്ങി കുളിക്കുന്ന കാണാറുണ്ട്. പക്ഷേ ഇപ്പം വെള്ളം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ യാതൊരു കാരണവശാലും ഇതിനകത്ത് ഇറങ്ങി കുളിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇറങ്ങാൻ നോക്കി, അത്യാവശ്യം നിലയുള്ളൊരു സ്ഥലം നോക്കിയിട്ട്. പക്ഷേ അവിടെ കാലുകുത്തുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ വെള്ളം ഇങ്ങനെ വലിക്കുന്ന ഒരു എഫക്റ്റാണ്. അപ്പം ഇവിടെ വരുന്നവർ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് അധികം ആൾക്കാരുള്ളത്. അപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ കാണുന്ന കുഴിയുണ്ടോ, ഒഴുക്കിലെങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ നേരെ ഇതിനകത്ത് പോയി താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ വരെ അപകടത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ കരയ്ക്ക് നിന്നതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് പോവുക. ഒരു കാരണവശാലും ഇതിനകത്ത് ഇറങ്ങി കുളിക്കാൻ മാക്സിമം നോക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾ ചോദിക്കും, വീഡിയോയിൽ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയത്? അത്യാവശ്യം സേഫ് ആണെന്ന് തോന്നിയ ഒരു ഭാഗത്ത് ഇറങ്ങി വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെറിയൊരു പോർഷൻ എടുത്താണ് നിങ്ങളാ കണ്ടത്.
അപ്പോൾ നമ്മൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട്. ഇത് ഇല്ലിക്കക്കല്ലിൻ്റെ താഴെ തന്നെ കുറച്ച് മാറിയിട്ടുള്ള കടപുഴ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇല്ലിക്കല്ലിൽ നിന്ന് വരുന്ന റോഡാണ് മേളിൽ കാണുന്നത്. ഇവിടെ വന്ന് ഈ ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് കയറി നടന്നു വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇതാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ മുങ്ങി മരിച്ച സ്ഥലമാണ്. അതുകൊണ്ട് വളരെ സേഫായിട്ട് വേണം ഇവിടെ വരുന്ന ആൾക്കാർ നോക്കുവാനായിട്ട്. നമ്മൾ മുന്നോട്ടേക്ക് പോകണം. ഇനി നമ്മൾ കാണാൻ പോകുന്ന കടവുഴ വെള്ളച്ചാട്ടം കട്ടിക്കയം വാട്ടർഫോൾസിനെ പോലെയല്ല. അതിന് ഒരുപാട് പേരുടെ ജീവനെടുത്ത മരണത്തിൻ്റെ മുഖമാണ്. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നിഗൂഢമായ ഫീലുമാണ്. കാടിനകത്തൂടെ ഒരുപാട് പാറക്കൂട്ടങ്ങളുടെയൊക്കെ ഇടയിലൂടെ ഒഴുകുന്ന ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ ഭയങ്കര ഭംഗിയാണെങ്കിലും ഇതിനകത്ത് ഇറങ്ങുന്നത് കുറേ റിസ്ക്കാണ്. ഇതിനകത്ത് ഇറങ്ങി ജീവൻ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ടാൽ വളരെ ശാന്തമായിട്ട് ഒഴുകുമെന്ന് തോന്നുമെങ്കിലും ഇതിനകത്ത് നല്ല ആഴമാണ്. ഒരുപാട് ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിലും കോട്ടയം ജില്ലയിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് ഈ കടപുഴ വാട്ടർഫോൾസ്. ഈ കാടിനകത്ത് ഇത്രയും ആംബിയൻസിനകത്ത് ചെറിയൊരു നീർച്ചാലിലൂടെ ഒഴുകി വന്ന് ഒരു നാച്ചുറൽ പൂളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് താഴേക്ക് നിരന്നൊഴുകുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ വെള്ളച്ചാട്ടം താഴേക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുമെങ്കിലും അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ നിൽക്കുന്ന സ്ഥലത്താണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വലിയ 2 പാറകളുടെ ഇടുക്കിലായിട്ട് ഒരു നാച്ചുറൽ പൂള് പോലെയാണ് ഉള്ളത്. കടവുപുഴയുടെ ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളച്ചാട്ടത്തിലൊക്കെ ചാടുന്നവനും നീന്താൻ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് ചാടി കുളിക്കാനൊക്കെ ഒരു ടെൻഡൻസി തോന്നിയേക്കാം. എന്നാൽ ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പോർഷൻ. ഇവിടെ 20ഓളം ആൾക്കാരാണ് നേരത്തെ മുങ്ങി മരിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിലയുണ്ടെങ്കിലും ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ അഗാധമായിട്ടുള്ളൊരു കുഴിയാണ്. ഇതിൻ്റെ ആഴം എത്രയാണെന്ന് ഇവിടെ ചാടിയവർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അത്രയും ആഴത്തിലാണ് ആ ഒരു കല്ലിൻ്റെ ഇടുക്കുള്ളത്. കടപുഴയിൽ നിന്ന് ഇറങ്ങി ഇനി 3ാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. കടപുഴയും കട്ടിക്കയൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇനി നമ്മൾ പോകുന്ന വെള്ളച്ചാട്ടം അങ്ങനെ അധികം ആൾക്കാരൊന്നും കേട്ടിട്ടുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഇതാണ് പൂഞ്ഞാറിനടുത്തുള്ള വെട്ടുകല്ലുംകുഴി വെള്ളച്ചാട്ടം. ഇത് ഇപ്പോഴാണ് അത്യാവശ്യം റീൽസിൽ കൂടെയൊക്കെ ഫേമസ് ആയിട്ട് വന്നത്. ഈ വെള്ളച്ചാട്ടം അങ്ങനെ പുറത്തേക്ക് അധികം ആർക്കും അറിയില്ല. ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള റൂട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ വെട്ടുകല്ലുംകുഴി വാട്ടർഫോൾസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതും കാടിൻ്റെ നടുക്ക് അങ്ങനെ അധികം ആളും തിരക്കൊന്നുമില്ലാതെ ശാന്തമായിട്ട് ഒഴുകുന്നൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് വന്ന് കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ മൺസൂൺ സീരീസിലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇതുപോലത്തെ അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത കൂടുതൽ വെള്ളച്ചാട്ടങ്ങളും മഴക്കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.